അസ്സലാമലൈക്കും മക്കളെ, സുഖനല്ലേ നിങ്ങൾക്കെല്ലാം. പിന്നെ ഞാൻ ഇന്നൊരു കാരലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്ന്. നമ്മളെ 4 മണിക്കലത്തെ ഒരു ചായൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്ന്. അത് നമുക്ക് അരി ഇടുന്ന നമുക്ക് കാണാം. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തത്. കുറച്ചാളേ ഇല്ലു, അപ്പം കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ച്. അതിലേക്ക് ഞാൻ ഒരു ചെറിയ മുറി തേങ്ങ ഇടുന്നുണ്ട്. വെള്ളമില്ലാതെ തന്നെ ഞാൻ ഫസ്റ്റ് ഒന്ന് അരക്കും. അരപ്പത്തിൻ്റെ നല്ല ഇത് നല്ലോണം പൊതിഞ്ഞൂടാ, ഒരു തരി വേണം. അങ്ങനെ ഇത് അരച്ചിട്ടായി. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു വെക്കാം. അങ്ങനെ നമുക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കാം. 3 കഷ്ണം വെല്ലാണ് ഞാൻ അടുപ്പത്ത് വെക്കുന്നത്. പിന്നെ നന്നായി അത് ഉരുകട്ട് ഈ തണിയാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാൻ, കാരപ്പത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് വറുക്കാം. നന്നായി ഇത് വറുത്ത് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് അതിലേക്ക് ചെയ്യാം. അരച്ച് വെച്ച മാവിലേക്ക് ചെയ്യാം. വെള്ളം ഒഴിക്കത് അരി അരച്ചതിലേക്ക് നമുക്ക് ഒഴിക്കാം. പൊടിയും കല്ലലും ഉണ്ടാവും, അപ്പം വെള്ളം ഒഴിക്കാൽ എപ്പോഴും അരിക്കണം. ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്ത് വറുത്തത് ഇടുന്നുണ്ട്. കുറച്ച് എള്ളിടുന്നുണ്ട്. കഴുകിയിട്ട് ഞാൻ വാര വെച്ച എള്ള്. ഇത് നന്നായി ഒന്ന് ഇളക്കണം. ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. എന്നിട്ട് നന്നായി കലക്കിയിട്ട് നമുക്ക് 5 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ചുടാൻ തുടങ്ങാം. കാരലപ്പം ചുടാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കാം. ഓരോരോ നാട്ടിലും ഓരോരോ പേരാന്ന് ഇതിന് പറയും. ഉണ്ണിയപ്പെന്നും പറയും, കാരോലപ്പെന്നും പറയും. പിന്നെ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നീലേശ്വരം നാട്ടിൽ കാരോലപ്പെന്നാന്ന് പറയല്. എണ്ണ കായിട്ട് എണ്ണ കാഞ്ഞ് നല്ല എണ്ണ കാഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാരോലപ്പത്തിന് പോരാം. കുറച്ചായിട്ട് പോരണം. നമ്മളെ കാരോലപ്പം അങ്ങനെ ഇതാ പൊന്തി വന്നിട്ടുണ്ട്. എന്ന് നമുക്കിത് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് നമുക്ക് പോരാം. നമുക്ക് കാരോലപ്പം കോരിയെടുക്കാം. കാരോലപ്പത്തിന് അരച്ചാൽ 5 മിനിറ്റ് വരെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം എന്താകും, ഇതേപോലെ നല്ല ഇതിൽ നമുക്ക് പൊന്തി കിട്ടും. അപ്പം പിന്നെ ഒരിക്കലും കൂടി ഇത് പോർന്നിട്ട് ചുട്ട് വെക്കാം. എളുപ്പ കാര്യമാണ്. പിന്നെ വൈകുന്നേരം വീടുകളിലെല്ലാം പോയിട്ട് വാങ്ങുന്നതിനെക്കാട്ടി കുട്ടികൾക്കെല്ലാം ഒരു ഗ്ലാസ് പച്ചയും 2 കഷ്ണം വെല്ലവും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെയെല്ലാം ചുറ്റിട്ട് കൊടുക്കാം. നല്ല രീതി ചായക്കവർക്ക് നല്ലതല്ലേ. ബേക്കറിയിലെ എണ്ണ ചുട്ടോടിരിക്കുന്ന എണ്ണയിലായിരിക്കൂല ഈ ബേക്കറിയിൽ ഉണ്ടാക്കുന്നത്. അതിനെക്കാട്ടി നമുക്ക് നമ്മുടെ പുറത്ത് തന്നെ കുറച്ചില്ലത് നമുക്ക് ആക്കിയിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കാം. നമ്മുടെ കാരലപ്പം അങ്ങനെ റെഡിയായി മക്കളെ. ഇതാ അടിപൊളി കാരലപ്പം റെഡിയായി. അടിപൊളി നമ്മളെ കാരലപ്പം അങ്ങനെ റെഡിയായി. ഇതാ എല്ലാ പരപ്പും ഇത് ചുട്ട് നോക്കണം.
വൈകുന്നേരത്തെ 4 മണിക്കത്തെ പലഹാരമാണ്. ചുട്ട് നോക്കട്ടെ മിസ്സി. അടിപൊളി. ഇതാ നല്ല സ്പോഞ്ച് പോലെയുണ്ട്. എല്ലാവർക്കും ഇത് ചുട്ട് നോക്കണം വൈകുന്നേരത്തെ ചായക്ക്. പിന്നെ എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ മറക്കല്ല മക്കളെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.